അല്ല, ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ ആണ് ഒരാളുടെ അടുത്ത് വരുന്നതെങ്കിൽ ഈ അലിഗേഷൻ വന്ന ആൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് 100% ഉറപ്പോടെയും കോൺഫിഡന്റോടെയും വന്ന് സംസാരിക്കാനുള്ള ഒരു ഇത് വേണ്ടേ? പകരം പുള്ളി തന്നെ പറയണത് എനിക്ക് അറിഞ്ഞൂടാ ഞാനിത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. അപ്പോൾ ഞാൻ അത് ചെയ്യാത്ത കുറ്റമാണെങ്കിൽ നേരെ വന്നിട്ടൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു ഞാനിത് ചെയ്തിട്ടില്ലെന്ന്. ഒരു കോൺഫിഡൻസ് ഇല്ല അവനെ അത് പറയാനായിട്ട്. പുള്ളി വന്നിട്ട് ആദ്യമേ പറഞ്ഞത് അയ്യോ ഞാനിത് ചെയ്തൊന്നും ഓർമ്മയില്ല, എനിക്ക് ഇത് ഓർമ്മയില്ല, ഞാനിത് ഓർക്കുന്നില്ല. എന്റെ VC-യിലേക്ക് വിളിച്ചിട്ടെ. എനിക്കിത് സത്യമാണോ ഇല്ലയെന്ന് അറിഞ്ഞാൽ മതി. ഇത് സത്യം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ വേറൊരു ക്ലിപ്പ് കാണിക്കാനുണ്ട്. എന്ത് നോ ബ്രേക്ക്? ഇല്ല എനിക്ക് എൻ്റെ മെൻ്റലി ഞാൻ ഭയങ്കര ഇതാണ് ഗൈസ്. ഞാൻ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇവിടെ ചിരിച്ചും കളിച്ചും നിങ്ങൾ ഈഗോ ഒന്നും ഇതെല്ലാം പറയുന്നുണ്ടല്ലോ. എൻ്റെ തലയിൽ ഓടുന്നത് എന്താണെന്നും എൻ്റെ പ്രശ്നങ്ങളെല്ലാം എന്താണെന്നെല്ലാം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഞാൻ അത്രയും ഡിപ്രസ്ഡ് ആയിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. നിങ്ങൾക്ക് ഞാനിങ്ങനെ വന്നിരിക്കുന്നതൊന്നും നോക്കണ്ട, ബാക്കിയുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. അത് റാംബോ ലീഡർ ആരെയെന്ന് വെച്ചാൽ നിങ്ങൾ അയക്കും, എന്നോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. റാംബോ ഷെയ്ക്കോ ആരെയെന്ന് വെച്ചാൽ നിങ്ങൾ ലീഡർ ആക്കുക, മാക്കോ നിങ്ങളെ ഇഷ്ടം. ഫാൽക്കണ VC വാടാ, എൻ്റെ VC-ലോ വെയിറ്റിങ്ങിലോ. നിന്റെ എന്താ നിങ്ങൾക്ക് പറയാനുള്ള എന്താ നിന്റെ കാര്യങ്ങൾ? ഒരു മിനിറ്റ് നമുക്ക് താഴേക്ക് ഇരിക്കാം. അല്ല നിങ്ങൾക്കിപ്പോ എന്തൊക്കെ എന്നോട് മാത്രമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, എന്നിട്ട് അവിടത്തേക്ക് പോവാം. നിന്റെ ഇഷ്ടം. എങ്ങനെ ലീഡർ VC-യിലേക്കോ? എടാ ഫാൽക്കൺ ഒന്നും ഇല്ലക്കോ? ഫാൽക്കൺ ഒന്നും ഹലോ എന്താ ഇപ്പൊ നിങ്ങക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നിന്റെ ഈ പറഞ്ഞ ചാറ്റ് ഇതിനെ കുറിച്ച് പറയാനുള്ള ചാറ്റ് കാണാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് സംഭവം. ഈ പറഞ്ഞ പോലെ RP അപരാധം എന്ന് പറഞ്ഞതിൽ ഈ പറഞ്ഞ പോലെ എലീന എന്ന് പറഞ്ഞ് സ്ട്രീം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളെക്കുറിച്ച് ഫാൽക്കൺ ഒരു മോശമായ രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ് ഉള്ള പ്രോബ്ലം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നതെന്ന്. അപ്പം ബാക്കി പറഞ്ഞോളൂ ഫാൽക്ക. അല്ല, ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ ആണ് ഒരാളുടെ അടുത്ത് വരുന്നതെങ്കിൽ ഈ അലിഗേഷൻ വന്ന ആൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് 100% ഉറപ്പോടെയും കോൺഫിഡന്റോടെയും വന്ന് സംസാരിക്കാനുള്ള ഒരു ഇത് വേണ്ടേ? പകരം പുള്ളി തന്നെ പറയണത് എനിക്ക് അറിഞ്ഞൂടാ ഞാനിത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. അത് തന്നെ. കാരണം ലൈക്ക് അത് ഉള്ളതാണോ ഇല്ലാത്തയാണോ എന്നുള്ള കാര്യം എനിക്ക് പോലും ഉറപ്പില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ കുറെ ഗ്രൂപ്പിനകത്തുണ്ട്. ഫസ്റ്റത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് കുറെ ഗ്രൂപ്പിനകത്തുള്ളതുകൊണ്ട് നമ്മൾ പല കാര്യത്തിലും ചാറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ പക്ഷെ എനിക്ക് അതില് എന്റെ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. ഇനി മേ ബി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഞാൻ സോറി പറയാം. കാരണം എനിക്ക് ഇപ്പോഴും എന്റെ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ്. കാരണം അതിനകത്ത് ആകെ ടൈം മാത്രമേ അതിനകത്ത് കാണിക്കുന്നുള്ളൂ, ആ ഒരു ഫോട്ടോയ്ക്കകത്ത്. മനസ്സിലായ വേറെ ഒന്നും ഇല്ല. അതിന്റെ ചിലപ്പോൾ അങ്ങനെ എന്തുണ്ടെങ്കിൽ തന്നെ അതിന്റെ മുകളിലോ അല്ല താഴെയായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചാറ്റ് ഉണ്ടാവും. പിന്നെ അത് ഏത് ഗ്രൂപ്പിനകത്ത് പറഞ്ഞതാന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ടെക്സസ് ഗ്രൂപ്പിനകത്തൊക്കെ ഞാൻ നോക്കി, ഉള്ള ഗ്രൂപ്പിനകത്തൊക്കെ ഞാൻ നോക്കി. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ചാറ്റും കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ഇനിയിപ്പം കേവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കേവിടെ കേവിടെ ഗ്രൂപ്പിനകത്ത് ആക്ച്വലി ഇല്ല. ഞാൻ കേവിടെ ഗ്രൂപ്പിലാണെങ്കിൽ ഞാനത് പറയാൻ ചാൻസ് ഇല്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ആ സ്പോട്ടിൽ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതാണ് എന്നോട്. എന്റെ വിശ്വാസം ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. കാരണം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ബൈ മിസ്റ്റേക്ക് ആ ഒരു സമയത്ത് തന്നെ ട്രിഗറിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കും. പക്ഷെ എനിക്കൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഗ്യാങ്ങിന്ന് കളഞ്ഞോണ്ടെന്ന് എനിക്ക് വിഷയമില്ല. പക്ഷെ എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിന്റെ എന്റെ ഒരു ലാസ്റ്റ് ഡിസിഷൻ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ആസ് എ ലീഡർ ഞാൻ ഓൾറെഡി ലീഡർ സ്ഥാനം കഴിഞ്ഞു. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങളെ അഭിപ്രായം പറ. മാക്ക് ഒരാളായിട്ട് നിങ്ങൾ എന്താന്ന് തോന്നുന്നുള്ള അഭിപ്രായം പറ. മാക്ക് രാജുഭായ് ഷെയ്ഖ് പറഞ്ഞോളൂ. ഹലോ കേക്കാം. ഇത് ഇങ്ങനെ ഒരു സംഭവം വന്നു. ലൈക്ക് ഡിസിഷൻ എല്ലാരും എന്താ ഡിസിഷൻ എടുക്കുന്നത് നോക്കുന്നുണ്ട്. നമ്മളിപ്പം ലൈക്ക് ഇങ്ങനത്തെ ഒരു സാധനം വന്നു. ഫസ്റ്റ് ഞാൻ കുറെ ലേറ്റ് ആയിട്ടാണ് കണ്ടത്. ഞാൻ അത് കണ്ടു. അപ്പൊ തന്നെ ഞാൻ ശരിക്കും വിളിച്ച് കാര്യം പറഞ്ഞു. ലൈക്ക് ഇത് ഉള്ള ഒരു ലൈക്ക് ഇത് സംഭവം ഇപ്പം ഞാൻ പറഞ്ഞുതരാം. മെയിൻലി ഇതിന്റെ മെയിൻ ഫാക്ടർ ഞാൻ ഇത് പറഞ്ഞ് ജസ്റ്റ് എല്ലാവരും ഒന്ന് ക്ലിയർ ആയിട്ട് കേൾക്കും. ഈ ഒരു സ്ക്രീൻഷോട്ടിന്റെ ഒരു സംഭവമാണ് വന്നേക്കുന്നത്. ഇത് ഉള്ളതാണ്. ലൈക്ക് ഇങ്ങനെ ഒരു അലിഗേഷൻ, അതായത് ഒരു പെൺകുട്ടിയുടെ നേരെ വന്നേക്കുന്ന ഒരു അലിഗേഷൻ എന്ന രീതിയിൽ വെച്ച് നോക്കുമ്പോൾ സ്പോട്ടിൽ നമ്മൾ ആക്ഷൻ എടുത്തതിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരാം. കാരണം ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ലൈക്ക് അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഉണ്ട് എന്നൊന്നൊക്കെ അവൻ തന്നെ ഇപ്പൊ പറയുന്നു. അവൻ തന്നെ ഉറപ്പില്ല. അതിപ്പോ ആ പേജിലെ ആൾക്കാർ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇടുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്റ്റോറിയൊക്കെ ഞാൻ കണ്ടായിരുന്നു. ബട്ട് നമ്മുടെ MRCയുടെ ഭാഗത്തുനിന്ന് ഈ ഡിസിഷൻ എടുത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇത് നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു കാര്യം. ബാക്കി അവൻ പ്രൂവ് ചെയ്യുക,
അവൻ ഇന്നസെന്റ് ആണെങ്കിൽ ലെറ്റ് ഹിം പ്രൂവ് ഹിംസെൽഫ്. അവൻ അവനെ തന്നെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കട്ടെ. അവനെ പ്രൂവ് ചെയ്തിട്ട് അവൻ ഇന്നസെന്റ് ആണ് എന്ന് തെളിയിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ലൈക്ക് ഫ്രം MRC സൈഡ് നമ്മൾ ഈ ഡിസിഷൻ എടുത്തത് ലൈക്ക് അശ്വിൻ ചേട്ടൻ അടക്കം നമ്മളിപ്പോ സംസാരിക്കുകയായിരുന്നു. അശ്വിൻ ചേട്ടൻ ഡയറക്ട്ലി പറഞ്ഞാണ് ഈ ഡിസിഷൻ എടുക്കണം. നമ്മൾ അത് അപ്പൊ തന്നെ ലൈക്ക് അത് കണ്ടു. അത് ലൈക്ക് അത് വെച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അല്ല, കാരണം ഇത് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. ലൈക്ക് സോ നമ്മൾ അതിന് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളത്. അതിനുശേഷം ആള് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കട്ടെ. അപ്പൊ നമുക്കതേ പറയാൻ പറ്റുള്ളൂ. അല്ല പ്രൂവ് ചെയ്യാൻ ശ്രമിച്ച ഒരു അന്വേഷണം. ഹലോ പറഞ്ഞോ. ഞാൻ പ്രൂവ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ എന്തായാലും എന്നെ കളഞ്ഞല്ലോ. കളഞ്ഞ സ്ഥിതിക്ക് ബാക്കിയുള്ള ചാറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരായിട്ട് എന്നെ കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ എന്റെ ഫാൽക്ക ഒരു മിനിറ്റ്, ഷമീർ ഒരു മിനിറ്റ്. ഞാൻ ഇവിടെ പറഞ്ഞത് ഇപ്പൊ എന്നോട് അഭിപ്രായം ചോദിച്ചില്ലേ, ഞാൻ എന്തുകൊണ്ട് ഈ ഡിസിഷൻ എടുത്തു എന്നതിനുള്ള എന്തുകൊണ്ട് ഈ ഡിസിഷൻ എടുത്തു, കാരണം ഇങ്ങനത്തെ ഒരു സാധനം ആരുടെ ഭാഗത്ത് നിന്നാലും അത് ഒരിക്കലും അഫോർഡ് ചെയ്യില്ല. അതിന് ഇങ്ങനത്തെ ആക്ഷൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി? ബാക്കി ഷെയ്ഖിന് എന്താ പറയാനുള്ള? എനിക്കൊന്നും പറയാല്ല. ഓക്കെ, ഞാൻ പറയട്ടെ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു തെളിവ് വേണ്ടേ? അതായത് ഇപ്പൊ ഫാൽക്കൺ എന്ന് പറഞ്ഞാൽ നമ്മളെ 35 ആൾക്കാരിൽ നമ്മളൊരു മെമ്പറാണ്, നമ്മളൊരു ബ്രദറാണ് ഇവൻ. അപ്പൊ ഈ ബ്രദർ ഈ പറഞ്ഞ പോലെ ഇവൻ ഇത് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കൊരു ഉറപ്പ് വേണ്ട. ഈ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് ഉണ്ട് എന്നുള്ള ഓക്കെ, സംഭവം സത്യം, അവൻ്റെ നമ്പറാണെന്നത് പറയുന്നുണ്ട്. പക്ഷെ ഇത് AI കൊണ്ടാവാം, ഇത് എങ്ങനെ കൊണ്ട് വേണമെങ്കിലും ആകാം. ഇത് എൻ്റെ എൻ്റെ ഡിസിഷൻ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഞാൻ ലീഡറിന് പോയിനും എൻ്റെ ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഒരു ഡിസിഷൻ ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഇതിൽ സത്യം ഉണ്ട് ഇല്ല എന്നുള്ളത് എങ്ങനെ അറിയാൻ വേണ്ടി പറ്റും? ഇപ്പം ഈ പറഞ്ഞത് എങ്ങനെ സത്യമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും? ഇതിനെന്താ POV ഉള്ളത്? ഇതിനെന്താ തെളിവുള്ളത്? ഇപ്പോൾ ഫാൽക്കണിൻ്റെ എതിരെ ഇങ്ങനെ ഇതിനു മുമ്പും ഒരു ഇത് വന്നിട്ടുണ്ട്, നമ്മൾ കൊച്ചാപ്പിനെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മളെ എതിര് നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നമുക്ക് എനിമീസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരോ നോക്കിക്കൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഫാൽക്കൺ ഇത് ചെയ്തതാണെങ്കിൽ ഫാൽക്കൺ ഈ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു മെസ്സേജ് ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ട്രീമർ കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുക, ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് ഗ്യാങ്ങിൽ നിന്ന് ഔട്ടാകേണ്ട കാര്യം തന്നെയാണ്. അത് ബാൻ കൊടുക്കേണ്ട പരിപാടി തന്നെയാണ്. അതിൽ യാതൊരു ഇതും നമുക്കില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇതിലൊരു തെളിവ് വരണം. ഇത് കണ്ടവന്മാരെല്ലാം അവിടെ വന്നിട്ട് മറ്റെന്തോ ഇതിട്ടെന്നും സ്ക്രീൻഷോട്ട് ഇട്ടെന്നും ഇവൻ്റെ എല്ലാം കുണ്ണ കണ്ടിട്ട് നമ്മളൊരു ബ്രദറിനെ എടുത്ത് കളയുന്നതിനെ കൊണ്ട് നമുക്ക് വലിയ ഇതില്ല. മനസ്സിലായോ? ഇതിലൊരു തെളിവ്, ഒരു POV അല്ലെങ്കിൽ ഇതിലൊരു സത്യാവസ്ഥ വരണം. സത്യാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഞാൻ ഫാൽക്കണിൻ്റെ കൂടെയാണ്. പക്ഷേ ഇതിൽ സത്യാവസ്ഥ വന്ന് ഫാൽക്കൺ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ ഞാനടക്കം ഫാൽക്കണിനെ ഒരിക്കലും കോൺടാക്റ്റും ചെയ്യില്ല. ഫാൽക്കണുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ മുറിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും എല്ലാ ഞാൻ തീർക്കട്ടെ ഒരു മിനിറ്റ്. ഈ പറഞ്ഞ പോലെ ഫാൽക്കണിന്റെ എതിരെ ഇപ്പൊ നടക്കുന്ന ഈ കാര്യം ഇതിൽ സത്യം വേണം. മനസ്സിലാവും? ഇത് കണ്ട ഏതോ ടാർഗറ്റഡ് ആയിട്ടുള്ള നമ്മൾക്കിപ്പോ ഓൾറെഡി ഒരു ഓൺഗോയിങ് കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ആര് ചെയ്തു, എന്ത് ചെയ്തു, ഇതിലൊരു POV, ഇതിലൊരു സത്യം. ഫാൽക്കണിന് ഡൗട്ടാണ്. ഫാൽക്കണ് ഡൗട്ടാണ്, അവന് ഡൗട്ടാണ് ഞാനിത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ടായിട്ട് നിൽക്കണം. അവൻ അറിഞ്ഞുവിടന്ന് അവൻ ചെയ്തിട്ടില്ലെങ്കിൽ വന്ന് നേരെ അങ്ങ് പറയണം, ഞാൻ ഇത് ചെയ്തിട്ടില്ല, നീ എവിടുന്ന് വെച്ചാൽ പ്രൂഫ് കൊണ്ടുപോടാ എന്ന് സ്ട്രെയിറ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ തീർന്നില്ലേ? ആരും ഒന്നും പറയൂലല്ലോ. ഈ ഞാൻ ചാറ്റ് കണ്ടിട്ട് പറയുന്നത് ഇതിനകത്ത് ഡിസിഷൻ, അതായത് ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു, അലിഗേഷനെതിരായിട്ടുള്ള ഡിസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ MRC സൈഡിൽ നിന്നുള്ള ഡിസിഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ബാക്കി ഇനി എങ്ങനെയാന്ന് വെച്ചാൽ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് അത് വരുന്ന പോലെ എന്താണോ കാര്യങ്ങൾ അതിന് അക്കോർഡിംഗ്ലി ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതെല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകം മാനേജ്മെന്റ് സൈഡ് അടക്കം സംസാരിച്ച്, അതായത് ഞാനോ ഷെയ്ഖോ മാത്രം അല്ലെങ്കിൽ ഷമീറോ മാത്രം എടുത്ത ഡിസിഷൻ അല്ല ഇത്. മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അശ്വിൻ ചേട്ടൻ അടക്കമുള്ളവർ വന്ന് സംസാരിച്ചതിന്റെ പേരിൽ നമ്മൾ എല്ലാവരെയും ഒരുമിച്ചിരുത്തിയിട്ട് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് എടുത്ത ഡിസിഷനാണിത്. അല്ലാതെ ഇത് 1, 2, 3 പേര് തോന്നിയാസിന് എടുത്ത ഡിസിഷൻ അല്ലാതെ എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ ഡിസിഷന് ഈ ഡിസിഷൻ ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിനൊരു ഡിസിഷൻ ഇപ്പം ആദ്യമേ എടുക്കാനില്ല തുടക്കത്തിൽ. ബട്ട് ആരെയും നമ്മൾ ഒരു പാർട്ട് ഓഫ് സാധനം കണ്ടിട്ട് നമ്മളൊന്നും ചെയ്യണില്ല. ബട്ട് ഈ ഡിസിഷൻ എടുത്തു. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ബാക്കി ഇനിയും മുമ്പോട്ടുള്ളത് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഓൾറെഡി നമ്മൾ ഇതിന് മുന്നേ ഉള്ള റിമൂവൽ ടൈമിൽ പോലും ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ഇപ്പൊ എല്ലാവർക്കും സാധാരണ ഒരാളുടെ ഒരു അലിഗേഷൻ വന്നു കഴിയുമ്പോൾ അത് പ്രൂവ് ചെയ്യാനുള്ള ഇത് കൊടുക്കുമല്ലോ നമ്മൾ. പക്ഷെ അത്രയ്ക്കും ഇത് നമുക്ക് ഒട്ടും ഇങ്ങനത്തെ ഒരു കാര്യമാകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരാളിനോട് ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെ ആകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഡിസിഷൻ എടുത്തത്. അങ്ങനെ ഒരു ഡിസ്റെസ്പെക്ട് നമ്മൾ ചെയ്യില്ല ഒരിക്കലും. സോ ഇനി മുമ്പോട്ട് എന്താണോ
ലൈക്ക് അവിടെ ഫാൽക്കന്റെ ഭാഗം തെളിയിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോട്ടെ. അവരെന്തൊക്കെയോ വിടുമെന്ന് പറയുന്നുണ്ട് 2 ദിവസത്തിനുള്ളിൽ. അവരിട്ടത് ബാക്കി കാണിക്കട്ടെ, എന്താ സംഭവം നോക്കാം. ഇതിപ്പോ എന്തായാലും ഈ ഒരു കാര്യത്തിൽ MRCയുടെ ഡിസിഷൻ എന്തായാലും ആൾക്കാർക്ക് അറിയണമായിരുന്നു. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു നമ്മൾ എന്തുകൊണ്ടാണ്, അല്ലാതെ ഒരു എന്താ പറയണ്ടേ പെട്ടെന്ന് ചാടിക്കേറി ഒരാളോ രണ്ടാളോ അടുത്ത ഡിസിഷൻ അല്ല എന്ന് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത് പിന്നെ സംസാരിച്ചത്. ബാക്കി കണ്ടിന്യൂ ചെയ്തു ശങ്കര. അല്ല, ഈ പറഞ്ഞ പോലെ ഇവിടെ വൈ മാരി എന്ന് ചോദിക്കുന്നുണ്ട്. മാരിയുടെ കേസ് മാരിയുടെ ആ സമയത്ത് നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്തായിരുന്നു. അത് വീണ്ടും ആ പേര് കൊണ്ടുവരണം. ഷമീർ ഒരു മിനിറ്റ്. ഫാൽക്ക, മനസ്സിലായില്ല. പക്ഷെ ആ സമയത്ത് നീ ഏത് ഗ്യാങ്ങിലാണ് കളിച്ചോണ്ടിരുന്നേ? രാജീവ് അതിന് ഇത് എപ്പോ ഇട്ടതാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അത് തന്നെ ഞാൻ പല ലീനയുടെ കേസ് തുടങ്ങിയ സമയത്ത് മറ്റേ ഇത് അലീനയുടെ കേസ് എന്തായിരുന്നു? നമ്മളെ ഇവൻ സ്ട്രാങ്കിന്റെ സീൻ സ്ട്രാങ്കിന്റെ സീൻ നടന്ന ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് ഫ്രാങ്കിന്റെ സീൻ നോക്കുന്നുണ്ട്. ആ സമയത്തുള്ള കേസ് തന്നെയാണ് വീണ്ടും വന്ന് ഇത് അവിടത്തെ ഇഷ്യൂ വരുന്നുണ്ട്. അല്ലാതെ അലീനയുടെ കേസ് നീ സംസാരിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്തുള്ള ഇത് തന്നെയായിരിക്കും കോൺവെർസേഷൻ ഉറപ്പായിട്ടും. അത് നീയാണ് പക്ഷേ രാജീവ് ഞാൻ അങ്ങനെ ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആ സമയത്ത് നീ അതൊക്കെ ഞാൻ കളിച്ചോണ്ടിരുന്ന KV. അപ്പൊ ഞാൻ കുറെ നേരം ടെക്സസ് മാത്രം കിടന്നുകൊണ്ട് കുറെ പേര് ഞാൻ പറയുന്നുണ്ട് ടെക്സസിൽ പറഞ്ഞ കാര്യമില്ല. ടെക്സസ് അപ്പൊ ആ സമയത്ത് KV കളിച്ചോണ്ടിരുന്ന പ്ലെയർ ആയിരുന്നു, ടെക്സസ് അല്ല. അതുകൊണ്ട് അപ്പൊ ആ ഗ്രൂപ്പും ഉണ്ട് അവന്റെ കയ്യില്. എന്റെ ഗ്രൂപ്പ് ഞാൻ എല്ലാം നോക്കിയത് നമ്മളെ ഗ്രൂപ്പ് എന്തായാലും ഇങ്ങനത്തെ ഒരു സംസാരം നടന്നിട്ടില്ല. അല്ല എനിക്ക് ഈ തീരുമാനത്തിനോട് അത്ര യോജിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇതിലൊരു ബാക്കിയൊക്കെ അവരുടെ ഡിസിഷനും ബാക്കി കാര്യങ്ങളൊക്കെ അവരുടെയാണ്. ഞാൻ എൻ്റെ കാര്യം പറയാം ഗൈസ്. അപ്പോൾ ഫ്രസ്ട്രേഷൻ ശരിക്കും ആർക്കാണെന്ന് ഇവരെ മനസ്സിലാക്കിപ്പിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ പിന്നെ ഇവരെ ഇമ്പ്രസ് ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമ്മളൊരു സാധനം ഒരു തെറ്റ് ഇങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു സാധനം ചെയ്തിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് തുറന്ന് സമ്മതിക്കാനുള്ള ഒരു ബേസിക് ഗട്ട്സ്, ഞാൻ അത് ചെയ്തിട്ടില്ലടാ, നിനക്ക് പറ്റുമെങ്കിൽ അത് പ്രൂവ് ചെയ്യ് എന്ന് പറയാനുള്ള ഒരു ഗട്ട്സ് വേണം. മനസ്സിലായോ? അപ്പോൾ വീഡിയോ കണ്ട് അയ്യോ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കാരണം അങ്ങനെ ഒരു കാര്യം പറയാനുള്ളതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് പറയട്ടെ. ഞാൻ നിങ്ങളെ അതുകൂടെ കാണിച്ചു തരാം. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇന്ന് ഇവർ വരാനുള്ള കാരണം, അതിനകത്ത് ഈ ഒരു സ്റ്റോറി, ഇത് എക്സ്പോസ് ചെയ്ത ആൾക്കാരുടെ സ്റ്റോറിയാണ്. നമ്മൾ ഫുൾ റൈറ്റ് നൗ എക്സ്പോസ് ആക്കിയാൽ they will find loopholes to counter it. So let's wait for MRC and Falcon's reply, and then we will expose everything slowly. Try saying it's fake in your live. You are going to get fucked. From #avaradi. അതായത് അവന്മാർ ഒറ്റയടിക്ക് ഇത് മൊത്തവും കൂടെ വിടാതെ ഇത് എപ്പിസോഡായിട്ട് ഇരുന്ന് അപരാധിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. മനസ്സിലായോ? അതായത് അവർക്ക് ഇന്ന് ഫാൽക്കൺ പറയുന്ന റിപ്ലൈ അനുസരിച്ചിട്ട് വേണം അവർക്കിത് തീരുമാനിക്കാൻ. അതായത് ഇനി അടുത്ത ലൈവിൽ എന്ത് കാണിക്കണം, അടുത്ത ഇതൊന്ന് എന്താക്കണം എന്നുള്ളത്. മനസ്സിലായി? അപ്പൊ ഇന്ന് പുള്ളി വന്നിട്ട് ഞാനിത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാണ്, അവൻ അത്രയ്ക്ക് ഉറപ്പുള്ള അവൻ അത് ചെയ്യാത്ത കുറ്റമാണെങ്കിൽ നേരെ വന്നിട്ടൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു ഞാനിത് ചെയ്തിട്ടില്ലെന്ന്. ഞാനൊരു കോൺഫിഡൻസ് ഇല്ല അവനെ അത് പറയാനായിട്ട്. പുള്ളി വന്നിട്ട് ആദ്യമേ പറഞ്ഞത് അയ്യോ ഞാനിത് ചെയ്തൊന്നും ഓർമ്മയില്ല, എനിക്ക് ഇത് ഓർമ്മയില്ല, ഞാനിത് ഓർക്കുന്നില്ല. എന്നിട്ട് ലൈക്ക് ഇതൊരു റിയൽ സ്ക്രീൻഷോട്ട് ആയിട്ടാ വന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ പുറകിൽ ഞാനാണെന്ന് അവിടെ സ്പാം ചെയ്യുന്ന ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ. ഞാനിന്ന് നമ്മുടെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈവ് ഇടാൻ വേണ്ടി സ്റ്റുഡിയോയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനൊരു സ്റ്റോറിയും ഇങ്ങനൊരു സാധനവും വന്നത്. നമ്മൾ ലൈവിൽ കയറിയതിന് ശേഷമാണ് MRC ഫാൽക്കൺ കിക്ക്ഡ് ഫ്രം MRC എക്സ്പ്ലനേഷൻ ലൈവ് എന്ന് പറഞ്ഞു വന്നത്. ഇംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. എനിവേ ഇവിടെ നമുക്ക് നമ്മുടെ ഇതിന്റെ ഡിസിഷൻ അവര് പേഴ്സണലി എടുത്തോളും. അത് കിരൺ ബ്രോയും അവരും ചേർന്ന് എടുത്തോളും. ബാക്കി അവന്റെ ഇന്നസെൻസും ഇതൊക്കെ പ്രൂവ് ചെയ്യേണ്ടത് അവനാണ്.